ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും. ആധ്യാത്മിക പാഠങ്ങളിൽ 19-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആനുകാലിക ചുറ്റുപാട് പ്രശ്നസങ്കീർണമാണ്, പ്രശ്നകലുഷിതമാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് അക്രമ സംഭവങ്ങളും അതിദാരുണമായ ജീവിതാനുഭവങ്ങളുമാണ്. അവയൊക്കെ വേദനാകരങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടുകൾ എന്തുകൊണ്ട് പ്രശ്നകലുഷിതമാകുന്നു, എന്തുകൊണ്ട് അപരനിഗ്രഹത്തിൻ്റെതായിട്ട് മാറിപ്പോകുന്നു എന്നതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. എവിടെയൊക്കെയോ കാരുണ്യത്തിൻ്റെ അരുവികൾ വറ്റിപ്പോകുന്നുണ്ട്. ആത്മീയ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ പരമപ്രധാനമായത് കാരുണ്യമാണ്. അവരിനോട് കരുണ കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കരുണാരഹിതമായ വിധി നമ്മുടെ മേലുണ്ടാകുമെന്ന് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 2:13 വചനം നമ്മോട് പറയുന്നു, കാരുണ്യരഹിതമായി പ്രവർത്തിക്കുന്നവരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. നാം വിളിക്കപ്പെടുന്നത് ദൈവത്തിന്റെ അനന്തമായ കരുണയെ പ്രകാശിപ്പിക്കാനാണ്. ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപരത്വത്തോടുള്ള കരുണയാണ്. നന്മ ചെയ്യുന്നവരോടും തിന്മ ചെയ്യുന്നവരോടും സമഭാവം പുലർത്തുന്ന, എല്ലാവരുടെയും ജീവിതത്തിന്റെ വ്യാകുലങ്ങളെ തിരിച്ചറിയുന്ന ഒരു ഹൃദയമുണ്ടാകുക പരമപ്രധാനമായ കാര്യമാണ്. വിശ്വാസം നമ്മെ നയിക്കേണ്ടത് ഷാഢ്യങ്ങളിലേക്കല്ല. അനുകമ്പാർദ്രമായ ഹൃദയം നമുക്കുണ്ടാകുമ്പോഴാണ് പിതാവിന്റെ സ്നേഹം നമ്മൾ ക്രിസ്തുവിൽ തിരിച്ചറിഞ്ഞു എന്നത് യാഥാർത്ഥ്യമായിട്ട് മാറുക. പ്രാർത്ഥനകളും കൗദാശികാർപ്പണങ്ങളും നമ്മൾ നയിക്കേണ്ടത് കാരുണ്യത്തിന്റെ വഴിയിലേക്കാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 48-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണം. എന്താണ് ഈ പരിപൂർണതയെന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷം 6:36 പറയുന്നുണ്ട്. പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുക. പിതാവ് കാരുണ്യം പ്രവർത്തിക്കുന്നത് എല്ലാവരോടുമാണ്. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും. അവനവനിൽ കുടുങ്ങിപ്പോകുമ്പോൾ നമുക്ക് അവരുടെ വേദനകൾ പ്രധാനമല്ലാതായി മാറും. അവന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് അവന് വിധിക്കുന്ന വിധിയാളന്മാരായിട്ടല്ല ദൈവം നമ്മെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് അനുഭവപ്പെടാൻ, എന്റെയും നിങ്ങളുടെയും ജീവിതം അർപ്പിക്കാൻ. അത് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല, നന്മ പ്രതീക്ഷിച്ചിട്ടല്ല. ഈ അടുത്ത് കേട്ട ഏറ്റവും ദാരുണമായൊരു സംഭവം ഒരമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞു പോകുന്നു എന്ന് തോന്നുമ്പോൾ മനുഷ്യൻ നിരാശയിലേക്ക് പതിക്കും. കുറ്റങ്ങളിൽ ഒന്നായി കണ്ടത് സഭാസ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി ലഭിച്ചില്ല എന്നുള്ളതാണ്. അത് അക്ഷന്തിമമായ കുറ്റം തന്നെയാണ്. കരുണാപൂർവം പെരുമാറാൻ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും കഴിയുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നിയമത്തിന്റെ ശാഠ്യങ്ങളും കാർക്കശ്യങ്ങളും അത്തരം സ്ഥാപനങ്ങളെ ക്രിസ്തുവിൻ്റെതല്ലാതാക്കി മാറ്റുന്നുണ്ട് എന്നത് ആരും അറിയാതെ പോകും. കേവലം സേവന രംഗങ്ങളായി നാം കരുതുന്ന ആതുരാലയങ്ങൾ യഥാർത്ഥത്തിൽ ശുശ്രൂഷാ കേന്ദ്രങ്ങളാണ്. അവരിനോട് കരുണയില്ലാത്ത ഒരാൾക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ട് സഭാസ്ഥാപനങ്ങൾ ഇങ്ങനെ സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നു? എന്തുകൊണ്ട് നിയമങ്ങളുടെ കാർക്കശ്യം മൂലം മറ്റുള്ളവർക്ക് മുമ്പിൽ വാതിലുകൾ അടച്ചു കളയുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഒരു കാര്യം അതോടൊപ്പം നമ്മൾ ചിന്തിക്കണം. ഇത് സഭാസ്ഥാപനങ്ങളുടെയോ സഭാ നേതൃത്വത്തിൻ്റെയോ മാത്രം പിഴവല്ല. അടിസ്ഥാനപരമായി അവരിനോട് കരുണ കാണിക്കാനുള്ള മനോഭാവം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അവകാശങ്ങളും നീതിയും തേടുന്ന നമ്മൾ മറ്റുള്ളവർക്ക് നീതി അർഹിക്കുന്നതാണ് എന്നത് കാണാതെ പോകുന്നുണ്ട്. നീതിയുടെ പരിപൂർണത കരുണയാണ്. ദൈവിക നീതി കരുണയാണ്. ആ കരുണയാണ് നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ ക്രിസ്തുവിനെ ബലപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം തിരിച്ചറിയാൻ പറ്റും. മറ്റുള്ളവർ നമ്മോട് നന്നായിട്ട് പെരുമാറിയാൽ നന്നായിട്ട് പെരുമാറാൻ നമ്മൾ തയ്യാറാണ്. സഭാസ്ഥാപനങ്ങളിൽ ഒരു വിശ്വാസിക്ക് ഇടം കിട്ടിയില്ല എന്നത് പ്രത്യക്ഷത്തിൽ
ആശങ്കാജനകമായ ഒരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസിയോ അവിശ്വാസിയോ എന്നതല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ അനാഥനായി പോകുമ്പോൾ, ഇടമില്ലാത്തവനായി പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാനുള്ള മനോഭാവം ക്രൈസ്തവ വീക്ഷണത്തിൽ നിന്ന് ചോർന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ജാതി മതവർഗ പരിഗണനകളൊന്നുമില്ലാതെ മനുഷ്യൻ വേദനിക്കുന്നു. അവന്റെ വേദനയിൽ അവന്റെ കണ്ണീരൊപ്പാനാണ് നമ്മുടെ ദൈവവിളി എന്നത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഈശോ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഈ ചെറിയവരിൽ ഒരുവന് എനിക്കെന്ന പോലെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെയാണ്. ഈ ചെറിയവരിൽ ഒരുവനെ ഞാനായി കണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വർഗത്തിന് അവകാശികളായിട്ട് മാറുക. നിത്യസമ്മാനം അർഹമാകണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ കാതലായൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. പ്രാർത്ഥനയും ഉപവാസവും ത്യാഗവും ദാനധർമ്മങ്ങളും ഒക്കെ നമ്മെ നയിക്കേണ്ടത് കേവലമായ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും താൽക്കാലികതകൾക്കപ്പുറത്ത് കരുണാപൂർവമായ ഒരു ഹൃദയം ജനിപ്പിക്കലാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള വേദനകൾ നമ്മെ സ്പർശിക്കാതെ പോകുന്നത്? നാം നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളെ പരിശോധിക്കുക. കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് സ്വന്തം കാര്യം നോക്കി ജീവിക്കണമെന്നാണ്. അവനവൻ കുടുക്കിൽപ്പെട്ടു പോകാൻ മക്കളെ പ്രലോഭിപ്പിക്കുന്നവരായി മാതാപിതാക്കൾ മാറിപ്പോകുന്നു. അന്യരുടെ കഷ്ടതയും വേദനയും കണ്ട് അവന് വേണ്ടി ആയിത്തീരുക എന്ന പരമമായ ധർമ്മം ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയാണെന്ന് തിരിച്ചറിയാതെ പോവുകയാണ്, അല്ലെങ്കിൽ മറന്നു പോവുകയാണ് ക്രമേണ. നമുക്കേറെ പരിമിതികളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലുണ്ട്. കഷ്ടതകളുടെ നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. പക്ഷേ ആ കഷ്ടതകൾ നാം സഹിക്കുമ്പോഴും അവരന്റെ കുരിശുകൾ താങ്ങാൻ നമുക്ക് കെൽപ്പുണ്ടാകണം. ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. അവിടെ വചനം നമ്മോട് പറയുകയാണ്, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം പരിപൂർണമാക്കണം. എങ്ങനെയാണ് ക്രൈസ്തവരായി ജീവിക്കുക? ക്രൈസ്തവ ആധ്യാത്മികത ലോകത്ത് നമ്മൾ കൊണ്ടുവരിക. നമ്മുടെ ഹൃദയത്തെ നാം പരിശോധിക്കേണ്ടത് എത്രത്തോളം കരുണാസ്മരണമായി മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റുള്ള വേദനകൾ നമ്മെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു സുഹൃത്ത് വളരെ കാലമായി നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരാൾ ഒരിക്കൽ സങ്കടപൂർവ്വം ഒരു കാര്യം പറഞ്ഞു. പഴയതുപോലെ ഹൃദയത്തിന് ബലമില്ല. ആരുടെയെങ്കിലും സങ്കടം കേട്ടാൽ കണ്ണ് നിറഞ്ഞു പോകുന്നു, ഹൃദയം പൊട്ടിപ്പോകുന്നു, ബലം നശിച്ചു പോവാണ്. പണ്ടൊക്കെ എന്ത് ബലമായിരുന്നു! ഏത് സാഹചര്യത്തെയും നേരിടാൻ എന്തും കട്ടിലെന്ന് അടിക്കാനുള്ള ഹൃദയമുണ്ടായിരുന്നു. ഇപ്പോ ആ ഹൃദയം അരിവുള്ളതായി മാറി. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞത് അപ്പോൾ മാത്രമാണ് എന്നതാണ് വാസ്തവം. ആ നേതൃത്വം ഒരാൾക്ക് ഇടം കൊടുത്തില്ല എന്നതിനേക്കാൾ നാം ഇടം കൊടുത്തോ എന്നൊരു ചോദ്യം നമ്മുടെ നേരെ ഉണ്ടാവും. മറ്റുള്ള വ്യാകുലങ്ങളെ കുറിച്ച് നമുക്ക് എത്രത്തോളം ഹൃദയവതയുണ്ട്? അവരുടെ കഷ്ടതകൾ നമ്മളെ എത്രത്തോളം അരിവുള്ളവരാക്കുന്നുണ്ട്? അവനവനത്തിന് ഉപേക്ഷിച്ച് അവരിന് വേണ്ടിയായിത്തീരാൻ എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട്? കുരിശിന്റെ വഴിയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് വെറോനിക്ക. വെറോനിക്ക പീഡിതനായ ക്രിസ്തുവിനെ കണ്ടിട്ട് അവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ മുഖത്തെ മുറിപ്പാടുകളിലെ രക്തമൊപ്പാൻ സ്വന്തം തുവാലയുമായി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. യഹൂദ പടയാളികളുടെ മധ്യയാണ്. അവനെ കൊല്ലുക എന്ന ആക്രോശം മുഴങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ്. ആരും അവന്റെ കൂടെയില്ല. എല്ലാവരും അവനെ കൈവിട്ടു പോയൊരു സമയത്ത് സ്വന്തം തുവാല കൊണ്ട് അവന്റെ മുഖമൊന്നൊപ്പാൻ മനസ്സ് കാണിക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം എല്ലാ ഭയങ്ങളെയും അതിലംഘിക്കുന്നതാണ്. അവനവനോടുള്ള കരുതലുകൾ ഒരു ഭയമായി നമ്മെ മൂടി നിൽപ്പുണ്ട്. എൻ്റെ കാര്യം നോക്കേണ്ടതല്ലേ ഞാൻ? എൻ്റെ കാര്യമല്ലേ പരമപ്രധാനം? എന്നെ കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവർ? അങ്ങനെ എന്നോടുള്ള സ്നേഹത്തിൽ കെട്ടപ്പെട്ടു പോകുന്ന ഒരു ഹൃദയത്തിന് അവരുടെ കണ്ണീരൊപ്പം സാധ്യമല്ല. അവനവനെ തന്നെ മറന്നതുകൊണ്ടാണ് വെറോനിക്കയ്ക്ക് ക്രിസ്തുവിന്റെ മുഖം ഒപ്പം കഴിയുന്നത്. ആ തുവാലയിൽ അവന്റെ മുഖം പതിഞ്ഞുവെന്നാണ് പാരമ്പര്യം നമ്മോട് പറയുക. അപ്രകാരം മുഖം പതിയുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനോടുള്ള സ്നേഹം അവളുടെ ഹൃദയത്തിൽ ജ്വലിച്ചു എന്നുള്ളതാണ്. ഈ അവരിനോടുള്ള സ്നേഹം ജ്വലിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് കഴിയൂ. ദേവാലയങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ക്രിസ്തുവിനെ തേടുന്നവരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ ക്രിസ്തു അനുഭവമാകണമെങ്കിൽ അവരുടെ ദൈന്യതയിൽ അവനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിതം തന്നെ മറന്ന്, സ്വന്തം നിലനിൽപ്പ് മറന്ന് പ്രവർത്തിക്കുന്നവരാകാൻ നമുക്ക് പറ്റണം. നമ്മൾ സ്വന്തം കാര്യം നോക്കാനുള്ള വ്യഗ്രതയിൽ പെട്ടു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അപരത്വം നിഷേധിക്കപ്പെടുകയാണ്.
ഈ അപരത്വ നിഷേധം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ഫാസിസ്റ്റ് മനോഭാവം. ഇതൊരു മതബോധമാണ്. അതുകൊണ്ട് അവരനെ നീക്കിക്കളയുക, അവരനെ ജീവിതത്തിന്റെ ഭാഗമായി കരുതാതിരിക്കുക, എന്റെ തന്നെ ഭാഗമാണ് അപരത്വം എന്ന പരമാർത്ഥം തിരിച്ചറിയാതെ പോവുക. അങ്ങനെ തിരിച്ചറിയാതെ പോകുന്നിടത്ത് ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രാർത്ഥനയും ധ്യാനവും കൗദാശികാർപ്പണങ്ങളും എല്ലാം നമ്മെ നയിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം എത്രത്തോളം അർപ്പിക്കാൻ കഴിയുന്നിടത്തേക്കാണ്. അത് അവരിൽ നിന്ന് എന്തായിരിക്കും പ്രതിഫലം എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അവരിൽ നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും ആദരവ് പ്രകടിപ്പിക്കുമ്പോഴും നമ്മെ വാഴ്ത്തുമ്പോഴും ഒക്കെ ഒരുപക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ എളുപ്പമുണ്ട്. അതൊക്കെ അവനവന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനൊരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ അയാൾ എന്നെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് വന്നാൽ അവിടെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും എന്നെ തന്നെ പൂജിക്കുകയാണ് ചെയ്യുക. അവരെന്നെ പൂജിക്കുക എന്നത് പ്രധാനപ്പെട്ടതായിട്ട് മാറണം. അതുകൊണ്ടാണ് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാകാൻ ഹെബ്രായർ ലേഖനം പറയുന്നത്. മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഹെബ്രായർ ലേഖനം 9:14 പറയുന്നുണ്ട്. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണങ്ങളെ അതിന്റെ നിർജീവ പ്രവൃത്തിയിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. മനസാക്ഷി അപ്രകാരം വിശുദ്ധീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളെന്ന് ബോധ്യമുണ്ടാവുകയും കരുണയാണ് ദൈവത്തിന്റെ ഭാവമെന്ന് തിരിച്ചറിയുകയും ആ കാരുണ്യപൂർവ്വമുള്ള പ്രവൃത്തിയിലേക്ക് ചുവടുവെക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയൂ. പാതയോരത്ത് ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ അലയുന്ന ഒരു മനുഷ്യനിൽ ക്രിസ്തുവിനെ കാണാത്ത ഒരാൾക്ക് ബലിപീഠത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധ്യമല്ലെന്ന് ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്. ജോൺ ക്രിസോസ്റ്റം അത് പറയുമ്പോൾ നാം തിരിച്ചറിയണം, ഇന്നും ദിവ്യബലികൾ അനുഭവപ്രദമായി മാറാത്തത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധമില്ലാത്തതായി കൗദാശിക അർപ്പണങ്ങൾ മാറുന്നു. നാം ആലോചിക്കേണ്ടത്, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരാൾ വേദന അനുഭവിക്കുമ്പോൾ, ഒരാൾ നിരാശയിൽ അടിപ്പെട്ടു പോകുമ്പോൾ, ആരോരുമില്ലാത്തവരായി കരുതി പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത പക്ഷം ക്രിസ്തുവിനെ നാം അനുഭവിച്ചുവെന്നോ ക്രിസ്തുവിനെ നാം തിരിച്ചറിയുന്നു എന്നോ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. യേശുവിനെ തിരിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അപരത്വമാണ് പ്രധാനം, മറ്റുള്ളവന്റെ വേദനയാണ് പ്രധാനം. അവനവനിൽ ദൈവത്തെ കാണുക എന്നതിനേക്കാൾ അവനവനിൽ ദൈവത്തെ കാണാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അകമേ വസിക്കുന്ന ദൈവം അനുഭവമായി മാറുക. ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേറെ മാർഗങ്ങളില്ല. അത് കരുണയുടെ വഴിയാണ്, കാരുണ്യപൂർവമായ പ്രവൃത്തിയാണ്. എന്താണ് കരുണ എന്ന് ചോദിച്ചാൽ അപരത്വമാണ് പരമപ്രധാനമെന്നും അപരത്വമാണ് യഥാർത്ഥത്തിൽ ദൈവമെന്നും തിരിച്ചറിയലാണ്. മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുമുട്ടാനാകാത്ത ഹൃദയത്തിന് അവനവനിൽ തന്നെയുള്ള ദൈവത്തെ അനുഭവിക്കാനോ ദൈവാർപ്പണമാക്കി ജീവിതം മാറ്റാനോ സാധ്യമല്ല. ഈശ്വരാർപ്പണമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമായ കാര്യം. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ക്രിസ്തുവിനെ പ്രതിയായി മാറുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ദൈവാഭിമുഖ്യം ഉണ്ടാകുക, ദൈവാനുഭവം ഉണ്ടാകുക. ദൈവാനുഭവം കേവലമായ കുളിരോ പ്രാർത്ഥനാവേളയിൽ ഉണ്ടാകുന്ന പ്രത്യേക അനുഭൂതികളോ അല്ല. അവയൊക്കെ അനുഭൂതികളാണ്. ഈ അനുഭൂതികളൊക്കെ നമ്മെ നയിക്കേണ്ടത് നാം അല്ലാതായി മാറിത്തീരും വിധം നമ്മുടെ ഹൃദയത്തെ പരിവർത്തിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ആരാണ് കരുണയോടെ വർത്തിക്കുന്നവൻ? ആരാണ് സ്നേഹിതനായി അനുഭവപ്പെടുന്നവൻ? ആരാണ് തുണയായി അനുഭവപ്പെടുന്നവൻ? ക്രിസ്തു തുണയായിട്ട് അനുഭവപ്പെടണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. യാക്കോബ് ശ്രീ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, യഥാർത്ഥ ഭക്തിയെക്കുറിച്ച്. യഥാർത്ഥ ഭക്തി കാരുണ്യത്തിൻ്റെതാണ്. അനാഥരുടെയും വിധവകളുടെയും സങ്കടങ്ങളിൽ അവർക്കൊപ്പമായി തീരാൻ പറ്റുക, വേദനിക്കുന്നവരോടൊപ്പമായി തീരാൻ പറ്റുക. സാമൂഹ്യ അന്തരീക്ഷത്തിൽ അക്രമങ്ങളും ദാരുണമായ സംഭവങ്ങൾ മരങ്ങേറുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. ധാർമ്മികമായൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നീ ഏത് പക്ഷത്തായിരുന്നു? നീ ഏത് പക്ഷത്തായിരുന്നു? നീ എന്ത് ചെയ്യുകയായിരുന്നു? വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, അവിടെ ദൈവം ചോദിക്കുന്നത് നിന്റെ സഹോദരൻ എവിടെയെന്നാണ്. എൻ്റെ സഹോദരൻ എവിടെയെന്ന് കണ്ടെത്താൻ എനിക്ക് കഴിയണം, എനിക്കത് പറയാൻ കഴിയണം. കായൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടെന്നാണ്. കായന് സാഹോദര്യത്തിൽ ഉറയ്ക്കാൻ കഴിയുന്നില്ല. നിന്റെ സഹോദരൻ എവിടെയെന്നൊരു ചോദ്യം നമ്മോട് ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്നുണ്ട്. സഹോദരൻ തെരുവിലാണ്, കഷ്ടതയിലാണ്, ജീവനെ ഒടുക്കുന്ന റേൽപ്പാളങ്ങളിലാണ്, ദാരുണമായ സംഭവങ്ങളിലാണ്. തൊട്ടയൽപക്കത്തുള്ള ഒരാളുടെ കണ്ണീര് കാണാൻ കഴിയാത്ത നമ്മൾ മറ്റുള്ളവർ കരുണ കാണിക്കുന്നില്ല, അവർ ധാർമ്മികത പുലർത്തുന്നില്ല എന്ന് വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയഭാവമായി കാരുണ്യം മാറുമ്പോൾ മാത്രമേ പ്രതിഫലേച്ഛയില്ലാതെ മറ്റുള്ളവർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അന്വേഷിക്കാതെ നാം അവരോട് കരുണയുള്ളവരായിരിക്കുക എന്നൊരു നിലപാടിലേക്ക് എത്താൻ പറ്റണം. വിശക്കുന്നവന് ഭക്ഷണമാകാതെ, വസ്ത്രമില്ലാത്തവൻ വസ്ത്രമായി മാറാതെ, കിടക്കാനിടമില്ലാത്തവൻ ഇടമായി മാറാതെ ഇങ്ങനെയാണ് കാരുണ്യം പ്രവർത്തിക്കാൻ കഴിയുക. നമുക്ക് മറ്റുള്ളവരെ 100 കുറ്റം വിധിച്ച് മാറ്റി നിർത്താൻ പറ്റും.
അവരുടെ കുറവുകളും പരിമിതികളും പറയാൻ പറ്റും. ഈ ലോകത്ത് അക്രമങ്ങൾ അരങ്ങേറുമ്പോൾ ഒരു പക്ഷത്തെ അക്രമികളായി ചിത്രീകരിക്കാൻ പറ്റും. ഈ അക്രമത്തിൽ നീ എവിടെയായിരുന്നു? വേദനിക്കുന്നവനോട് പക്ഷം ചേരാൻ പറ്റിയിട്ടുണ്ടോ? തകരുന്നവനോട് കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? ആരോരുമില്ലാത്തവർക്ക് വേണ്ടി ആയിത്തീരാൻ പറ്റിയിട്ടുണ്ടോ? സ്വന്തം ജീവിതത്തിന് ഉടവ് തട്ടാതെ സംരക്ഷിക്കാനുള്ള ഉപാധിയായി വിശ്വാസത്തെ പോലും തെറ്റിദ്ധരിക്കുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റുക? നാം ദേവാലയങ്ങളിൽ തേടുന്നത് നമ്മുടെ ജീവിതാവശ്യങ്ങൾക്കൊരു പരിഹാരമാണ്, നമ്മുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയാണ്. വിശ്വാസം നമ്മെ പഠിപ്പിക്കേണ്ടത് സ്വയം ഉപേക്ഷയാണ്. അവനവനെ ഉപേക്ഷിച്ച് അവനു വേണ്ടി ആയിത്തീരുക എന്ന പരമാർത്ഥത്തിലേക്ക് എത്താൻ കഴിയാത്തിടത്തൊക്കെ നമ്മൾ വീണു പോവുകയാണെന്ന പരമാർത്ഥം അറിയണം. വിശ്വാസത്തിൽ പുരോഗമിക്കുന്നില്ല. വിശ്വാസം കേവലമായി വാചികമായി നിലനിൽക്കേണ്ടതല്ല, വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല, അത് ഭക്താഭ്യാസങ്ങളിലൂടെ പ്രകടമാകേണ്ടതല്ല. ഭക്താഭ്യാസങ്ങളൊക്കെ യഥാർത്ഥ വിശ്വാസത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഒരാൾക്കുണ്ടാകേണ്ടത് ഭക്താഭ്യാസങ്ങളിലുള്ള തഴക്കമല്ല, അത് കേവലം ഒരു തഴക്കം മാത്രമാണ്. അതിലഭിരമിക്കുകയും സ്വന്തമായി ഒരു സുഖം അനുഭവിക്കുകയും ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രാർത്ഥന സുഖകരമായൊരു കാര്യമല്ല. ക്രിസ്തുവിന്റെ പ്രാർത്ഥന എപ്പോഴും വേദനാജനകമാണ്. കുരിശിൽ കിടന്നുകൊണ്ടാണ്, വേദനയുടെ മധ്യത്തിലാണ് അവൻ അഖില ലോകത്തിനും വേണ്ടി ക്ഷമയാചിച്ച് പ്രാർത്ഥിക്കുന്നത്, പിതാവിന്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുന്നത്. തന്റെ ജീവിതം അർപ്പിക്കുകയാണ് എന്ന ബോധ്യത്തോടെയാണ് ഒരു തിരുവത്താഴ മേശയിൽ അവിടുന്ന് സ്വയം മുറിച്ചു വിളമ്പുന്നത്. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് എവിടെയോ കാര്യമായ പിശക് സംഭവിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മളൊക്കെ വിശ്വാസികളാണ്, ആധ്യാത്മികതയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആധ്യാത്മികതയുള്ള പുരോഗതി ഭക്താഭ്യാസങ്ങളുടെ പുരോഗതിയോ ധ്യാനാവസരത്തിലുള്ള അനുഭൂതികളോ അല്ല. യഥാർത്ഥത്തിൽ അപരത്വത്തെ ആർദ്രതയോടെ കാണാൻ കഴിയുന്നതാണ്, ഹൃദയാലിവോടെ കാണാൻ കഴിയുന്നതാണ്. അവർ തിരികെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ അവരിൽ നന്മ പ്രതീക്ഷിക്കാതെ, ഒരുപക്ഷെ തിന്മ തന്നെയും അവരിൽ നമുക്ക് വന്നു ചേരുമ്പോൾ പോലും അവരിനോട് ക്രിസ്തുവിന്റെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് ആത്മീയതയിൽ വളർച്ചയുണ്ടാകുക. അതുകൊണ്ട് ആത്മീയ പാഠങ്ങളിൽ പ്രധാനമായി നാം കാണേണ്ടത് കാരുണ്യപൂർവമായ പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് നോമ്പിന്റെ കാലഘട്ടമാണല്ലോ. നോമ്പ് കാലഘട്ടത്തിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല കരുണ. ദാനധർമ്മങ്ങൾ നടത്തുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് നിന്റെ ഔദാര്യമോ നിന്റെ വിശ്വാസത്തിന്റെ ഉന്നതിയോ ഒന്നുമല്ല. ഇത് പ്രാഥമികമായ കടമയാണ്. ക്രൈസ്തവ ധാർമ്മികത നമ്മോട് പറയുന്ന കടമയാണ്. അതുകൊണ്ടാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകാനും, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കാനും, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കാനും, പാർപ്പിടമില്ലാത്തവന് വസതിയിൽ സ്വീകരിക്കാനും, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കാനും ഒക്കെ അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇടം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് ഇടമായിട്ട് മാറാനും, ആരോരുമില്ലെന്ന് കരുതുന്നവർക്ക് തുണയായി മാറാനും, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനും കഴിയുന്നില്ലെങ്കിൽ ജീവിതം നിരർത്ഥകമാണ് എന്ന കാര്യം തിരിച്ചറിയണം. ഭൗതികമായ നേട്ടങ്ങളോ ഈ ലോകത്ത് നാം സമ്പാദിക്കുന്ന പ്രശസ്തിയോ ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്ന സുഖഭോഗങ്ങളോ അല്ല ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് അപരത്വത്തോട് എപ്രകാരം അരിവുള്ളവരായി ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ക്രിസ്തുവിൽ നാം തിരിച്ചറിയേണ്ട പാഠം അതാണ്. ഓരോ പ്രാർത്ഥനയും നമ്മെ കൊണ്ടുപോകേണ്ടത് അവനവനെ ഉപേക്ഷിച്ച് അവരന് വേണ്ടി ആയിത്തീരുക എന്ന കർമ്മത്തിലേക്കാണ്. അവിടെ അപ്പുറത്ത് നിൽക്കുന്നവൻ അക്രമകാരിയാണോ, അവൻ സമൂഹത്താൽ വെറുക്കപ്പെട്ടവനാണോ, അവൻ കുറ്റവാളിയായി വിധിക്കപ്പെടുന്നവനാണോ എന്നല്ല പരിഗണിക്കേണ്ടത്. നീ എങ്ങനെയാണ് അപരത്വത്തെ കാണുന്നതെന്നാണ്. മുറിവേറ്റ ഓരോ മനുഷ്യനിലും, വേദനിക്കുന്ന ഓരോ മനുഷ്യനിലും, വീണുപോകുന്ന ഓരോ മനുഷ്യനിലും, സ്നേഹത്തിനെതിരായി പ്രവർത്തിച്ചു പോകുന്നവനിലും ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുക എന്നത് ആധ്യാത്മിക വളർച്ചയുടെ ലക്ഷണമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. വളരും തോറും അലിഞ്ഞു പോകുന്നവരായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ പ്രവൃത്തി പൂർണ്ണമാകുക. അപരത്വ നിഷേധം ലോകമാസകലം മുടിചൂടി നിൽക്കുന്ന ഒരു കാലമാണ്. ലോകത്തെല്ലായിടത്തും നാം കാണുന്നത് അപരത്വ വിദ്വേഷമാണ്. അത് എല്ലാ മതവിഭാഗങ്ങൾക്കകത്തുണ്ട്. ക്രൈസ്തവ ധാർമ്മികതയുടെ പേരിൽ പോലും സയനിസ്റ്റുകൾ ഉണ്ടാകുന്ന കാലമാണ്. ക്രൈസ്തവ ധാർമ്മികതയെ പോലും വർഗീയവൽക്കരിക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിത്തീരുന്നുണ്ട്. ഞങ്ങൾ എന്നൊരു ബോധം ഉണ്ടാകുന്നു. ഒരു സഹോദരിയും 2 കുഞ്ഞുങ്ങളും റെയിൽപാളത്തിൽ ജീവൻ ഒടുക്കേണ്ടി വന്നപ്പോൾ അവിടെ സ്വസമുദായം അവരെ സ്വീകരിച്ചില്ല എന്ന നിലയ്ക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളിൽ അവർക്കൊരു ജോലി കിട്ടിയില്ലല്ലോ, നമ്മുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി കിട്ടിയില്ലല്ലോ, അവർ വിശ്വാസിയായിരുന്നല്ലോ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അത്യാപത്ത് സംഭവിച്ചുവല്ലോ എന്നല്ല. ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേദനിക്കുന്നു, ഒരു മനുഷ്യൻ നിരാശയിൽ കൃത്യത്തിൽപ്പെടുന്നു. പുറം ലോകം കാണാൻ കഴിയാതെ, ക്രിസ്തുവിൽ ആശ്രയിക്കാൻ കഴിയാതെ അയാൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാനും നിങ്ങളുമാണെന്നറിയണം.
എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ എന്ന പരമാർത്ഥത്തെ നിഷേധിച്ചുകൊണ്ട് ആരിലെങ്കിലും കുറ്റം ആരോപിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് നിങ്ങൾക്കാണ് പിഴവ് പറ്റിയത്. ഞാൻ സുഖമായി കിടന്നുറങ്ങുന്നു, സുഖമായി ഭക്ഷണം കഴിക്കുന്നു, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നു, അല്പസമയം പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കയ്യിലുള്ളതിന് ഓഹരി കൊടുക്കുന്നു എന്ന സാധാരണത്വമല്ല ക്രിസ്തു ആവശ്യപ്പെടുന്നത്. അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കാനാണ്. ഉറക്കം നഷ്ടപ്പെട്ടു പോയ അനേകർക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി കരുണയുടെ സ്വരമായിട്ട് മാറുമ്പോൾ, അവരുടെ ജീവിതത്തിന് അത്താണിയായി മാറുമ്പോൾ, അപ്പോൾ മാത്രമേ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയൂ. പുരുഷന്റെ വഴിയിലേക്ക് യാത്രയാകുന്ന ക്രിസ്തുവിനെ ധ്യാനാത്മകമായി അനുധാവനം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആ സംഭവങ്ങൾ ഓർത്ത് അവന്റെ പിന്നാലെയാണെന്നോർത്ത് ഒരുപക്ഷെ കണ്ണീർ പോകാനും നമുക്ക് കഴിഞ്ഞേക്കും. യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവിൻ. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സഹോദരങ്ങൾ വേദനയിലാവുമ്പോൾ, ഓരോ മനുഷ്യനും വേദനിക്കുമ്പോൾ, ഭക്ഷണമില്ലാത്തവരായ അലയുമ്പോൾ, മയക്കുമരുന്നിനും അക്രമത്തിനും ഒക്കെ അടിപ്പെടുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് എല്ലാവരിലും ക്രിസ്തുവിനെ കാണാനും സ്നേഹിക്കാനും നമുക്ക് കഴിയാതെ പോയതിന്റെ പരിമിതിയാണ് ലോകം ദുഷിക്കുന്നതിന് കാരണം. ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുള്ളതാണ്. കാരണം സത്യം അറിഞ്ഞവർ നമ്മളാണ്, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവർ നമ്മളാണ്. അവനെ പ്രതി നാം ഈ ലോകത്തിന് മരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക എന്ന പരമാർത്ഥത്തെ നിഷേധിച്ചത് കൊണ്ട് മാത്രമാണ് ലോകത്ത് അക്രമം നിലനിൽക്കുന്നത്. എനിക്ക് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ കഴിയും, വ്യക്തിപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കുക. എല്ലാവരും നോക്കാൻ നമുക്ക് പറ്റുമോ? നിങ്ങളുടെ മനസ്സപ്രകാരമായിരുന്നിട്ടുണ്ട്. അവരിന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുന്ന മനോഭാവം ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവരുടെ കാരുണ്യം കാണിക്കാൻ ഹൃദയം ഉണർന്നിട്ടുണ്ടോ? അവരുടെ വേദനയിൽ പങ്കുചേരാൻ കഴിയുന്നുണ്ടോ? അവരെ പ്രതി കണ്ണീരൊഴുക്കുന്നവരാണോ? ജീവിതത്തിന്റെ സ്വസ്ഥത അവനവനിൽ തന്നെയാണെന്ന് കരുതുന്നതിന് പകരം അവരുടെ സമാധാനത്തിൽ ജീവിക്കാൻ, അവരുടെ സ്വസ്ഥതയിൽ സ്വന്തം ജീവിതം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിയുന്നതാവണം നോമ്പിന്റെ കാലഘട്ടമെങ്കിലും. ഇത് പ്രത്യേക അവസരമാണ്. ആ പ്രത്യേക അവസരത്തെ നാം വിനിയോഗിക്കേണ്ടത് ഒരു കാലഘട്ടത്തിൽ ആണ്ടുവട്ടത്തിൽ നടക്കുന്ന ഒരു ആചരണത്തിൽ പങ്കുചേരുന്നുവെന്ന് കേവലത്വമല്ല, നമ്മെ തിരിച്ചറിയാനും നമ്മെ മാറ്റി തീർക്കാനുമുള്ള ഒരു അവസരമായി നാം തിരിച്ചറിയണം. ഈ ലോകത്ത് കാണുന്ന അക്രമങ്ങൾ കാണുമ്പോൾ ഈ അക്രമങ്ങളെ കുറിച്ച് വിമർശിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്, അതിൽ ഇടപെടുന്ന ആളുകളെ വിമർശിക്കാൻ എളുപ്പമുണ്ട്. മയക്കുമരുന്നിന് അടിപ്പെട്ടു പോകുന്ന, അക്രമങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുന്ന കുട്ടികളെ നമുക്ക് വിമർശിക്കാൻ കഴിയും. വിമർശനങ്ങൾ നല്ലത് തന്നെ, പക്ഷേ ആ വിമർശനങ്ങൾ ആദ്യം വിരൽചൂണ്ടത് നമ്മിലേക്കാണ്. നീ എന്ത് ചെയ്തു? നീ എപ്രകാരമാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടത്? എന്തുകൊണ്ടാണ് നിനക്ക് അവരെന്നോടൊപ്പം ആയിത്തീരാൻ കഴിയാത്തത്? മറ്റുള്ളവരുടെ വേദന പങ്കുവയ്ക്കാൻ കഴിയാത്തത്? അവരെ താങ്ങാൻ കഴിയാത്തത്? വീണുപോകുന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കാനും താങ്ങാനും കഴിയാതെ പോകുമ്പോഴൊക്കെ ക്രിസ്തുവിൽ നിന്ന് അകലം വർദ്ധിക്കുന്നുണ്ട് എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ആധ്യാത്മിക പാഠങ്ങളിൽ പരമപ്രധാനമായി നമ്മൾ കാണേണ്ടത് കരുണാപൂർവമായ ആർദ്രമായ ഒരു ഹൃദയം രൂപപ്പെടുത്തുകയാണ്. അവരുടെ കണ്ണീരിനും സങ്കടത്തിനും സ്വന്തം ജീവിതം വിലയായി കൊടുക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ മാത്രമേ ആധ്യാത്മിക വഴിയിൽ ക്രിസ്തുവിനോടൊപ്പം ചരിക്കാൻ നമുക്ക് കഴിയൂ. അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കുരിശുമെടുത്തു പോകുന്നത് തന്റെ ഭാരത്തെക്കുറിച്ചുള്ള പരിതാപത്താലല്ല, സ്വയം കുരിശു വഹിച്ചുകൊണ്ട് അവൻ കുരിശിന്റെ വഴിയെ പോകുന്നത് പിതാവിന്റെ സന്നിധിയിൽ തന്നെ അർപ്പിക്കാനാണ്, തന്റെ ജീവിതം അർപ്പിക്കാനാണ്. മനുഷ്യന്റെ രോഷത്തിന് പകരം, വിദ്വേഷത്തിന് പകരം, അവന്റെ അക്രമാസക്തിക്ക് പകരം സ്വന്തം ജീവിതം വിട്ടുകൊടുക്കാൻ, അവന് വേണ്ടി ഭക്ഷണമായി തീരാൻ, ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് തുണയായി മാറാൻ എങ്ങനെ കഴിയുമെന്നതിന്റെ യഥാർത്ഥ പാഠം ക്രിസ്തുവിനും തിരിച്ചറിയാത്ത കാലത്തോളം ക്രിസ്തുവിനെ അനുഭവിക്കാനോ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനോ നമുക്ക് സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് നമുക്ക് വന്നുപോയ വീഴ്ചകളെ കുറിച്ചുള്ള ചിന്തയുണ്ടാവണം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട അനേകർ കഷ്ടത അനുഭവിക്കുന്നു എന്ന സങ്കുചിത ഭാവമല്ല നമുക്കുണ്ടാകേണ്ടത്. മനുഷ്യത്വം നിരാശയിൽ പതിക്കുന്നു, ആശ്രയത്വമില്ലാതായി പോകുന്നു, ആരും പോലും ഇല്ലാതായി പോകുന്നു, ഒരു പ്രതീക്ഷയും ജീവിതത്തിൽ ഇല്ലാതായി പോകുന്ന ഒരു വ്യക്തി നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ നിശ്ചയമായും ആ പിഴവ് നമ്മുടെ മേലാണ്. നമുക്ക് പറ്റിപ്പോയ പിഴവാണ്. നമുക്ക് അവരന് വേണ്ടി തുണയാകാൻ, അവരന് വേണ്ടി സ്നേഹമാകാൻ, അവരന് ആശ്രയമാകാൻ, അവരനെ താങ്ങായി മാറാൻ കഴിയാതെ പോയി. അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് ക്രിസ്തു പാഠം ഓർക്കണം. ക്രിസ്തുവിനെ അവരത്തിൽ കാണാൻ പറ്റണം. അങ്ങനെ കാണാൻ പറ്റാതെ പോകുന്ന പിഴവ് നമ്മുടെ കണ്ണുകൾ അന്ധമാക്കുന്നുണ്ട്. ഇത് ആത്മീയ അന്ധതയാണ്. ആത്മീയ വഴി ശരിക്കും ഓർക്കേണ്ടത് കണ്ണു തുറന്ന് ക്രിസ്തുവിനെ കാണണം, കരയുന്നവന്റെ മുഖത്ത് കാണണം, വേദനിക്കുന്നവനെ കാണണം, ഭക്ഷണമില്ലാത്തവനെ കാണണം, കിടക്കാൻ ഇടമില്ലാത്തവനെ കാണണം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനിലും പാപത്തിലും ലോകത്തിലും വീണുപോയവനിലും ക്രിസ്തുവിനെ കാണാൻ പറ്റണം. വീണു പോകുന്നവനെ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ ക്രിസ്തു അനുഭവത്തിലേക്ക് വരാൻ പറ്റും.
അതുകൊണ്ട് മുറിക്കകത്ത് കതകടച്ചിരുന്ന് ധ്യാനിച്ച് കർത്താവിനെ കണ്ടെത്തുക എന്നല്ല, ജീവിത പരിസരങ്ങളിൽ ക്രിസ്തുവിനെ അനുഭവമാക്കുക എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എപ്പോഴാണ് പുരോഗമിക്കാൻ കഴിയുക? അപ്പോഴാണ് ആത്മീയ പുരോഗതി ഉണ്ടാകുക. ആത്മീയത എന്നാൽ ഇത്രയേ കരുതേണ്ടതുള്ളൂ: അപരത്വത്തിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുക. അപരത്വത്തിൽ അവൻ ആരുമാകട്ടെ, വിശ്വാസിയോ അവിശ്വാസിയോ നിരീശ്വരവാദിയോ വർഗീയവാദിയോ ആരുമാകട്ടെ, ഭീകരവാദിയാകട്ടെ, അവന്റെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളിലും പരിമിതികളിലും ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റുക, യേശുവായി തിരിച്ചറിയാൻ പറ്റുക. അങ്ങനെ യേശുവായി തിരിച്ചറിയുമ്പോൾ അവരിന് മോക്ഷം ലഭിക്കുന്ന അനുഭവം ഉണ്ടാവും. അവരത്തും മോക്ഷം അനുഭവിക്കുന്നത്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമ്മുടെ സ്നേഹത്താലാകണം, കരുണയാലാകണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും അവഗണിക്കുന്ന മാർഗമാണ് കാരുണ്യത്തിൻ്റെതും സ്നേഹത്തിൻ്റെതും. നമ്മുടെ കരുണ എന്ന് വെച്ചാൽ നമുക്ക് വികലാംഗനായ അംഗവിഹീനനായ ഒരുവനോട് കാണുന്ന ഒരു ഔദാര്യമാണ്, ഒരു സഹാനുഭൂതിയാണ്, ഒരു സഹതാപമാണ്. അതിൻ്റെ പേരല്ല കാരുണ്യം. നമ്മുടെ മുൻപിൽ വിശക്കുന്നവനായി ഒരുവനോട് കാണുന്ന സഹതാപമല്ല സ്നേഹം, സഹതാപമല്ല കരുണ. കരുണ എന്ന് പറയുന്നത് അപരത്വത്തെ ദൈവത്വത്തിൽ തിരിച്ചറിയാൻ കഴിയലാണ്. മറ്റുള്ളവന് വേണ്ടിയാണ് നമ്മളെന്ന ബോധ്യത്തോടെ, നാമാണ് അവരുടെ ഭക്ഷണം എന്ന ബോധ്യത്തോടെ ജീവിതം അർപ്പിക്കാൻ കഴിയുമ്പോഴാണ് സ്വർഗപിതാവിന്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ എത്തുക. സ്വന്തം പുത്രനെ തന്നെ നമുക്ക് മറുവിലയായി നൽകാൻ മനസ്സ് കാണിച്ച പിതാവിന്റെ കാരുണ്യത്തിലേക്ക് വളരണമെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ആ കാരുണ്യത്തിലേക്ക് എങ്ങനെയാണ് വളരേണ്ടതെന്നാണ് തന്റെ ജീവിതം വഴി ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു പാഠത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അവഗണിച്ചുകൊണ്ട് ക്രിസ്തു മാർഗത്തിൽ പുരോഗമിക്കുന്നു എന്ന ഭാവത്തോടെ ക്രിസ്തുവിനെ ഓർക്കുകയും ധ്യാനിക്കുകയും ധ്യാന വിഷയമാക്കുന്ന വചനങ്ങൾക്കകത്ത് അർത്ഥം കണ്ടെത്തുകയൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നിരവധിയായി നമ്മൾ നടത്തുന്നുണ്ട്. ഈ ശ്രമങ്ങളൊന്നും പാഴാണെന്നല്ല, ആ ശ്രമങ്ങൾക്കകത്ത് ഈ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ആലോചിക്കണം. എൻ്റെയും നിങ്ങളുടെയും ഭാഗത്ത് നിന്ന് വിശക്കുന്നവനോട്, വേദനിക്കുന്നവനോട്, തടവിൽ കഴിയുന്നവനോട്, കഷ്ടത അനുഭവിക്കുന്നവനോട്, പാപത്തിൽ വീണു പോകുന്നവനോട് എന്ത് നിലപാടാണുള്ളത്? അവരെ ചേർത്ത് നിർത്താൻ എനിക്ക് കഴിയുമോ? പലപ്പോഴും പറഞ്ഞിട്ടുള്ള കഥയാണ് രണ്ട് സന്യാസിമാരുടേത്. സന്യാസിമാർ പുഴക്കരയിരിക്കുകയാണ്. പുഴക്കരയിരിക്കുന്ന ഒരു സന്യാസി പുഴയിൽ വീണ് കിടക്കുന്ന ഒരു തേളിനെ ഒരു കമ്പെടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ തേൾ കയറി വരുമ്പോൾ സന്യാസിയെ കുത്തും. സന്യാസി കുടഞ്ഞ് വീണ്ടും അതിനെ വെള്ളത്തിലിടും. പിന്നെയും വെള്ളത്തിൽ കിടക്കുന്ന ഈ തേളിനെ സന്യാസി കമ്പെടുത്ത് വീണ്ടും സ്പർശിക്കും. വീണ്ടും തേളിനെ സന്യാസി രക്ഷിക്കുകയാണ്. അങ്ങനെ രക്ഷിച്ച് കമ്പിനോട് കയറി വരുമ്പോൾ സന്യാസിയുടെ കൈ കുത്തും. സന്യാസി വേദന കൊണ്ട് കൈ കൂടെയും തേൾ വീണ്ടും വെള്ളത്തിൽ വീഴും. മൂന്നാം വട്ടവും സന്യാസി കമ്പെടുത്ത് തേളിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന സന്യാസി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്? അത് കുത്തുമെന്ന് നിങ്ങൾക്കറിയില്ലേ? സന്യാസി പറയുന്നു, അതെനിക്കറിയാം, തേൾ കുത്തുമെന്ന് എനിക്കറിയാം, തേളിന്റെ സ്വഭാവം അതാണ്, പക്ഷെ എൻ്റെ സ്വഭാവം ഇതാണ്. ഈ ലോകത്തോട് കരുണ കാണിക്കുമ്പോഴും ഈ ലോകത്തിന് നന്മ ചെയ്യുമ്പോഴും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോഴും സുഖകരമായ അനുഭവം ഉണ്ടാകുന്ന പ്രതീക്ഷയിലല്ല. സാധാരണ നമ്മൾ പറയാറില്ലേ, സ്നേഹിച്ചവരൊക്കെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ, നന്മ ചെയ്തതിനൊക്കെ തിരിച്ചടി കിട്ടിയിട്ടേ ഉള്ളൂ. ആ തിരിച്ചടിയിലാണ് ക്രിസ്തു അനുഭവം. ആ തിരിച്ചടിയാണ് ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മെ ചേർത്ത് വെക്കുക. ആ തിരിച്ചടിയാണ് പിതാവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാനുള്ള, അവനവനെ തന്നെ ഉപേക്ഷിച്ച് സമ്പൂർണമായ അർപ്പണമായി മാറാനുള്ള വഴി. അതുകൊണ്ട് അപരത്വത്തെ ഏതെങ്കിലും തരത്തിലൊക്കെ മാറ്റി നിർത്തുന്ന പ്രവണതയുണ്ടോ എന്ന് ആലോചിക്കണം. ആരെങ്കിലും ഒരാളെ ജീവിതത്തിൽ മാറ്റി നിർത്തുന്നുണ്ടോ? കരുണാരഹിതമായി ആരോടെങ്കിലും പെരുമാറുന്നുണ്ടോ? എവിടെയെങ്കിലും വീണുപോയവനോട് കാരുണ്യം കാണിക്കാതെ പോയിട്ടുണ്ടോ? നിങ്ങളുടെ മുൻപിൽ ഒരുപക്ഷെ വിശക്കുന്നവനെ കാണാൻ കഴിയില്ല, കാരണം ചില്ലുമേടയ്ക്കകത്താണ്, സൗകര്യമുള്ള ചുറ്റുപാടിനകത്താണ്. ആരെയും കാണുന്നില്ലല്ലോ വിശക്കുന്നവനായി, ആരെയും കാണുന്നില്ലല്ലോ വേദനിക്കുന്നവനായി. ആ മുറിക്ക് പുറത്തിറങ്ങണം. ധ്യാനമാണെങ്കിൽ ധ്യാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്, തെരുവിലാണ് നമുക്ക് കാണാൻ കഴിയുക വേദനിക്കുന്നവനെ, ചുറ്റുവട്ടത്താണ് നമുക്ക് കാണാൻ കഴിയുക വേദനിക്കുന്നവനെ. അവന്റെ ജീവിതത്തിലെ കഷ്ടതകളെയും വേദനകളെയും തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് മുറിക്കകത്തിരുന്ന് ധ്യാനിച്ചത് ഫലം പുറപ്പെടുവിക്കുക. മുറിക്കകത്തിരുന്ന് കണ്ണടച്ച് ക്രിസ്തുവിനെ ധ്യാനിച്ചു, അകമേ ക്രിസ്തു എന്ന ബോധത്തിലേക്ക് വരുന്നാൽ പുറത്തേക്ക് ഇറങ്ങേണ്ടത് ക്രിസ്തുവായിട്ടാണ്. ക്രിസ്തു എങ്ങനെയായിരിക്കും ഇയാളോട് പെരുമാറുക? ക്രിസ്തു എങ്ങനെയായിരിക്കും നിരാശയിൽപ്പെട്ട ആളോട് പെരുമാറുക? ഒരു ആലോചന നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും കാരുണ്യ പ്രവൃത്തികൾ പരസ്യമായി ചെയ്യുന്നവരാണ്. വീട് വെച്ച് കൊടുക്കുന്നു, സാമ്പത്തികമായ സഹായങ്ങൾ നൽകുന്നു, അതിൻ്റെയൊക്കെ മേന്മ ഭാവിക്കുന്നവരായി മാറുന്നു. വാസ്തവത്തിൽ നമ്മുടെ മുൻപിൽ നിരാശ്രയരായി, നിരാലംബരായി വേദനിക്കുന്നവരായ അനേകരുണ്ട്. അവരുടെ ജീവിതത്തിൽ
ക്രിസ്തുവായി അനുഭവപ്പെടണമെങ്കിൽ മറ്റുള്ളവരറിയാതെ ആരുടെ മുമ്പിലും പ്രകടമാക്കാതെ അവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയണം. അതൊരു ബാധ്യതയാണ്. ഈ ബാധ്യതയാണ് ക്രിസ്തു നമ്മുടെ ചുമലിൽ ഏൽപ്പിക്കുന്നത്. ഈ നുകം ഭാരമുള്ളതല്ല. ക്രിസ്തുവിലാണെങ്കിൽ ഈ നുകം ലഘുവാണ്. അത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവരിന് വേണ്ടിയായി തീരാനുള്ള ആഹ്വാനം ഹൃദയത്തിൽ സ്വീകരിക്കുമെങ്കിൽ, ഒരു അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞ് അതിനെക്കുറിച്ച് വിമർശിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നിന്റെ മുൻപിൽ ഇത്തരം ചോദ്യചിഹ്നങ്ങളുണ്ട്, സമസ്യകളുണ്ട്, പൂരിപ്പിക്കാൻ നിന്റെ കയ്യിൽ ദൈവത്തിന്റെ കരുണയുണ്ട്. ആ കരുണയുടെ കരം മറ്റുള്ളവരുടെ നേരെ നീട്ടാൻ, ഹൃദയാലുള്ളവരായി മാറാൻ, അവരുടെ വേദനകൾക്ക് പരിഹാരം സ്വന്തം ജീവിതമാണെന്ന് തിരിച്ചറിയാൻ, അങ്ങനെ ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ. അതിനാവശ്യമായ ആത്മീയമായ ബലം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.